Audience. ഉത്സവപ്പറമ്പ് ഉത്സവം കാണാൻ പോയവനെ വണ്ടി എവിടെ കാണാതെ പിറ്റേ ദിവസം മൊത്തം അലഞ്ഞടന്നു. എന്നിട്ട് ആരാ വിളിച്ചോട്? നമ്മുടെ അപ്പക്കുട്ട സാറിൻ്റെ കുഞ്ഞമ്മയുടെ മോൻ വാഴക്കൃഷിയാ. പടത്തി നമ്മുടെ വിതിരയിലെ ഒരു 2 ഏക്കറിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. വിഷമില്ലാത്ത സാധനം. അടിപൊളി. ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്ന് അറിയാം, മരുന്നാണ്, തണുപ്പാണ്, വയറിനകം അൾസർ, അസിഡിറ്റി, ബെസ്റ്റ് മരുന്നാണ്. പടത്തി ഗുണമുള്ളതെന്ന് കേട്ടിട്ടുണ്ട്, അമ്മ പണ്ട് എപ്പോഴും പറയായിരുന്നു. അപ്പം അങ്ങനെ സംസാരിച്ച കൂട്ടത്തില് അയാള് എൻ്റെ അടുത്തൊരു ചോദ്യം, ഇവിടെ സ്ഥലം വെറുതെ കിടക്കുകയല്ലേ, കുറച്ച് വാഴക്കന്നിറക്കി കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് എനിക്കും സമയമില്ല നിനക്കും സമയമില്ല. അപ്പൊ പുള്ളി ചോദിച്ചു എന്നാ പിന്നെ ഞാൻ ചെയ്തോട്ടാ, നിങ്ങൾ ഈ സ്ഥലത്തിന് അതിനെന്താ വെച്ചാൽ ചില്ലറ ഞാൻ തരാം, സ്ഥലം വെറുതെ കിടക്കുകയല്ലേ, ഞാൻ കൃഷി ചെയ്യാം. ഞാൻ പറഞ്ഞ ആലോചിക്കാം. പിന്നെന്താ, അപ്പൊ ഇവിടെ സാറിന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ. അല്ല അമ്മാവ് ഇവിടെ എന്താ ചേന ചേമ്പ എന്തൊക്കെ കൊണ്ട് ഇടാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇന്നലെ ഇവിടെ അമ്മയോട് സംസാരിച്ചിട്ടാണ് പോയത്. അതിന് പോയപ്പോ പറഞ്ഞു വെച്ചാല് ഇവിടെ ഇത്രയും നല്ല കാടാ, ഇത് താഴെ പോയില്ലല്ലോ. അല്ല വേറൊരു കാര്യമുണ്ട്, ഈ ചേനയും ചേമ്പും കൊണ്ടുവച്ചാൽ പിന്നെയും കാട് കയറിയല്ലേ ഉള്ളൂ. ഇതൊക്കെ ആരെങ്കിലും ഇവിടെ നടുവോ ചേനയും ചേമ്പും ഒക്കെ? ഇതിന്റെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ എന്തിനാ വിളിച്ചു കൊടുക്കുന്നത്, നമ്മുടെ അമ്മാവന് അവിടെ കുറച്ച് സാധനങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മുടെ ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് നമ്മുടെ അമ്മാവൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മാവന് അവിടെ കിടക്കുന്ന ചീര കൃഷി തന്നെ മര്യാദയ്ക്ക് ചെയ്യണില്ല, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇതുണ്ടാക്കാൻ എന്തിനാണ് അമ്മാവൻ? അത് അമ്മാവനല്ലേ ചിന്തിക്കേണ്ടത്. ഇതിപ്പോ അമ്മാവൻ നമ്മളുടെ ഒരു കാര്യം ചോദിക്കാൻ നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അത് അമ്മയായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അറിയണ്ടേ, ഞാനിപ്പോ ഈ സമ്പത്തിന് വാക്ക് കൊടുത്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ കുഴപ്പമില്ലാന്ന്. സമ്പത്തിന് വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് നമ്മളോട് ചോദിക്കായിരുന്നല്ലോ. അവൻ മാന്യമായ വാടക തരും നമുക്ക്. അപ്പം അമ്മാവനെ പിടക്കേണ്ടി വരില്ലേ നമ്മള്? ഞാൻ ചോദിക്കണം. അമ്മാവൻ ചോദിക്കും, കനക ഞാൻ നിന്റെ അമ്മയുടെ ഇരുന്ന സമയത്തല്ലേ വന്ന് ചോദിച്ചത്, അന്നേരം നീ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറയണ്ടേ? നിങ്ങൾ എന്നോട് ആലോചിക്കണ്ടേ? ആയി വരുന്നല്ലേ ഉള്ളൂ. വാക്ക് കൊടുത്തിട്ട് നമ്മൾ അറിഞ്ഞ അപ്പക്കുട്ട സാറിന്റെ കുഞ്ഞമ്മയുടെ മോനാണ്. ഞാൻ അപ്പക്കുട്ട സാറുമായിട്ട് സംസാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. നിനക്ക് അപ്പക്കുട്ട സാറിന്റെ കുഞ്ഞമ്മയുടെ മോനാണോ വലുത്, അമ്മാവനാണോ വലുത്? അമ്മാവനിപ്പോ ഇത് സ്ഥലം ഇല്ലാതൊന്നും അല്ലല്ല. കൊണ്ട് നീ ചേനയും ചമ്പ് നട്ട ഇത് വീണ്ടും കാട് കയറയല്ലേ ഉള്ളൂ. വാഴാത്ത പൊന്നി കാട് കയറയല്ലേ? വാഴ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാടാകൂടെ? അത് ഇങ്ങനെ പൊക്കി പോയല്ലേ. ഇവിടെ സ്ഥലത്തിൽ ഞാന് നമ്മുടെ ഈ പഴം തന്നില്ലേ മറ്റേ സമ്പത്ത് അപ്പുട്ട സാറിന്റെ കുഞ്ഞമ്മയുടെ മോൻ, അവൻ ഇവിടെ വാഴ കൃഷി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്തോ, അതിനുള്ള വാടകയും തരാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇനിയിപ്പോ അമ്മാവൻ ഇവിടെ എന്തോ മറ്റേ ഉണ്ടാക്കാം. ഞാനല്ല പറഞ്ഞു, എനിക്ക് കൃഷി ചെയ്യാനല്ല പറഞ്ഞത്, ഞാൻ ഒത്താച്ച് പിടിച്ച് വന്നല്ല. ഇന്നലെ അമ്മാവൻ വന്നിരുന്നല്ലോ, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്യാവശ്യം ഫോൺ വയ്ക്കാൻ കയറിയത്. അമ്മയുടെ അടുത്തും എന്നോടുമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, നമ്മൾ അറിയാം. നമ്മൾ തീരുമാനം എടുത്തില്ല, ഞങ്ങൾ തീരുമാനം എടുത്ത്. നീ തീരുമാനം എടുത്തിട്ട് അപ്പൊ വാഴ കൃഷി ആണെങ്കിൽ നമ്മളോട് ചോദിക്കണം. എന്താടി ഒരു വഴി, എന്തിനാടി അവർ ഇങ്ങോട്ട് വരുന്നത്? അമ്മാവന്റെ അടുത്ത് വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോയാ പോരെ? ഇങ്ങനെ കാണിച്ചാലെന്താ? എനിക്കറിയാൻ പാടില്ല. പൊന്നാങ്ങളേനെയാണ് വിളിച്ചത്. ആങ്ങളൊക്കെ അപ്പൊ തന്നെ പറയാറുന്നില്ലേ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ആരും ഇല്ലാന്ന്. എന്റെ പൊന്നെ, വന്ന് കല്യാണത്തിന് കണ്ടപ്പോ ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? സാരി ഇങ്ങനെ വിടർത്തിയിടും, സാരി ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കും, ഈ മുടി ഇട്ടതേ ഈ സമയം. ഇത് തന്നെ പരിപാടി. എന്റെ പൊന്നോ, എത്ര സമയം ഇത് കാണണം കർത്താവേ. അഹങ്കാരി പെണ്ണ്. ആ ചേട്ടനാണെങ്കിലോ അവനൊരു മണുങ്ങൻ. അവളുടെ നേരെ അവൻ എന്തെങ്കിലും പറയോ? അവന് 4 നേരം വെട്ടി വീഴും. ഏട്ടാ ഏട്ടാ വിളിക്കുമ്പോഴത്തേക്കില്ലേ ഇങ്ങോട്ടാ ശരിക്കും പറഞ്ഞ ഈ വരച്ച വരെ നിർത്തുന്നെന്ന് പറയില്ലേ, അത് തന്നെയാണ്. നീ കണ്ടിട്ടുണ്ടോടാ അവരെ? ഇതല്ല അവരെ ഇന്ന് വരുന്നെന്ന് പറഞ്ഞില്ലേ? ഞാൻ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് വന്നപ്പോ കയറ്റാനായിട്ട് എന്നെ വിളിച്ചില്ലേ, അന്ന് അയാളുണ്ടായിരുന്നു. അമ്മാനെ കണ്ടെത്തി എന്തൊരു ഐഡിയ പറഞ്ഞാടാ. അവരിങ്ങോട്ട് വരണ്ട, ഇനി വെച്ചുണ്ടാക്കണം, മറ്റേ സദ്യ ഒരുക്കണം, ഒരു കറിയും ചോറും അത്രേ ഉള്ളു. എന്തായാലും മട്ടനൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കരകണി കുടിച്ച് തന്നെ ഞാൻ പറയത്തില്ലേ, ഞാൻ പറഞ്ഞോളാം. വരല്ലേന്ന് പറഞ്ഞാൽ നാണക്കേടാണ്, അമ്മായിക്ക് അതൊരു കുറച്ചിലാവും. പിന്നെ അമ്മയ്ക്ക് കുറച്ചില്
അവരുടെ വീട്ടിൽ സൽക്കരിച്ചാൽ മതി. അതന്നെ. അവിടെ വരുന്നവർ അവരെ വന്നിട്ട് അങ്ങ് പൊക്കൂടെ, ഇങ്ങോട്ട് എന്തിനാണ് കെട്ടിയെടുക്കുന്നത്? ആയിടാ തിരക്കാണാ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങള് കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോണം. അതെ, പിന്നെ അവരില്ലേ, അവര് എപ്പോ വരുമെന്നാ പറഞ്ഞേ? നീ ഒരു കാര്യം ചെയ്യ കനക, ഞങ്ങളിന്ന് നല്ല തിരക്കാ, ഇവിടെ ആരും ഇല്ലാന്ന് പറ. എടാ, ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി എവിടെയെങ്കിലും പോവൂലേ? അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് പറ. ഞങ്ങൾക്ക് ഇവിടെ വെച്ചുണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ, എല്ലാം കൂടി പുറത്ത് മേടിക്കേണ്ടി വരും. വന്നാ തൊട്ട് പോവില്ല. ഏട്ടാ ദേ, അല്ല പറയട്ടെ, ഇവിടെ ആർക്കും സൽക്കരിക്കാനൊന്നും നേരമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടൻ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് വാങ്ങിച്ചിട്ട് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ കുറെ നേരമായില്ല, ഒരു കാര്യമായിട്ട് പറയാം, കൊടുക്കാം. എന്നാ വഴക്കുണ്ടാ? എന്തെങ്കിലും ചെയ്. നീ ഇപ്പൊ വരാനുള്ള സ്ഥിതിക്ക് വന്നിട്ട് പോട്ടെ. അല്ലെ മകൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ചാരിന്ന് ഇത് മൊത്തം പെറുക്കി ഇടാനാണ്? 2 സവാള അരിയണ, ഇനിയിപ്പൊ എന്തിനാ 10 പേര്? എന്തിനാ 2 സവാള അരിയാൻ 10 പേര്? ചേച്ചി അരി പോ. നിന്റെ അടുക്കള വിരുന്നുകാർ വരുമ്പോ നീയാ? ഒന്നുമല്ല, എന്റെ അടുക്കളയിലിട്ട് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. വിരുന്നുകാരല്ല, 2 പേർക്കും ഒരേപോലെ തന്നെ. അല്ലെ തന്നെ എനിക്ക് ദേഷ്യമാണ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണത്. പക്ഷെ എന്ത് പണ്ടാരത്തിനാണാവോ ഇങ്ങോട്ട് കിട്ടിയെടുക്കണം? ഏട്ടനെ പറഞ്ഞാൽ മതി, ഏട്ടന് അപ്പൊ തന്നെ അങ്ങോട്ട് പറയായിരുന്നില്ലേ? സത്യം ചേച്ചിയുടെ ആങ്ങളല്ലേ? മീനുണ്ട്, ഇറച്ചിയുണ്ട്. ഇറച്ചി മാത്രം മേടിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞു? മീനിന് വലിയ വിലയില്ലടി. വിലയില്ലെങ്കിലേ ഫ്രിഡ്ജിലോട്ട് കൊണ്ട് വെക്കാം, നമുക്ക് കഴിക്കാം, പിന്നെ ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞതിന് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വന്ന് പോകുമ്പോ അവർക്ക് കഴിക്കാനെല്ലാം കൊടുക്കണം. ഏട്ടനെ പറഞ്ഞാൽ മതി. ഏട്ടന് അവരോട് പറഞ്ഞപ്പോ തന്നെ അപ്പൊ തന്നെ പറയായിരുന്നില്ലേ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന്, വീട് പൂട്ടി എവിടെ പോയിരിക്കുവാന്ന്? നമ്മൾ മാത്രം പോയെന്ന് പറയാം, അല്ലെ അവര് പോയെന്ന് പറയാം. ഇതെല്ലാം വീടോടെ അടക്കം പോയെന്ന് നമ്മൾ ഗുരുവായൂർ എവിടെയെങ്കിലും പോയെന്ന് പിന്നല്ലാതെ. പിന്നെ അമ്മാവ അന്വേഷിച്ച് അറിയുമ്പോ പോയില്ലെന്ന് അറിയില്ലേ? അല്ലേലോട് ഞങ്ങള് പറഞ്ഞു. ചേച്ചി ഇത് ഏട്ടന്റെ സ്വഭാവമാണ്. ഏട്ടനില്ല എന്തെങ്കിലും ഒരു കാര്യമില്ലേ പെട്ടെന്ന് വായിൽ വരത്തില്ല. കുറെ നേരം കഴിഞ്ഞിട്ട് ആലോചിച്ച അയ്യോ അത് അപ്പ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? വന്നാ വേഗം പോവായിരിക്കോ? നമുക്ക് ഇതേ ഉച്ച കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവാനുണ്ടെന്ന് പറയണം. നിങ്ങൾ എന്തെങ്കിലും പറയുക. എന്റെ കയ്യിൽ വെച്ചോണ്ടിരിക്കണം, മേടിക്കാൻ അങ്ങോട്ട്. ചേച്ചി മീൻ കഴുകും. മീൻ കഴുകുക എന്നെ കൊണ്ട് പറ്റത്തില്ല. മീൻ കഴുകുക മൊത്തം മണമായിരിക്കും. പിന്നെ ഞാൻ കഴിക്കണം. നീ അവിടെ പോയി കഴിച്ചു അവിടെയൊക്കെ വെക്കല്ലേ, പോ. പിന്നെ എന്റെ കയ്യിൽ ആറൂലേ? അപ്പുറത്ത് കഴുകാൻ പാടില്ല. 2 സവോള അരിഞ്ഞു തന്നിട്ട് പോയിട്ട്. അത് തന്നെ. നിങ്ങൾ 2 പെണ്ണുങ്ങളല്ലേ നിൽക്കുന്നത്? പെണ്ണുങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ആര് വന്നാലും പെണ്ണുങ്ങൾ മാത്രം ചെയ്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മാറി ഞാൻ ചെയ്യാം എന്ന് പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ നിൽക്കല്ലേ, അപ്പൊ ചെയ്തോ? വേറെ ഒരെണ്ണം ഉണ്ടായല്ലോ അവിടെ. ഇവിടെ ഒരു കത്തിയുള്ളൂ. ഏട്ടാ അവിടെ പോയി ഒരു കത്തി എടുത്തുണ്ടോ? ചേച്ചി വേണ്ട 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 വേണ്ട, പോയപ്പോ വരുത്തില്ല. ഏട്ടൻ പോശല്ലേ ഒരു കത്തി എടുത്തോണ്ട് വാ. ചേച്ചി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടെ എന്റെ തലയിലോട്ട് വെക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു അതിഥി വരെ മാനിക്കേണ്ട ചില രീതികളുണ്ട് കേട്ടോ. ഏട്ടാ ദേ അവര് വന്ന്. എന്റെ അമ്മ കുറെ നാളത്തെ ആഗ്രഹം. എത്ര നാളായി. വാ വന്ന്. പിന്നെ ഇതെന്താ നെറ്റിയില്? അയ്യോ ഇത് കട്ടളയിൽ ഇടിച്ചതാ. നമ്മുടെ റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ചെറിയ കുഴി പോലെ. ഞാൻ എപ്പോഴും പറയും ഒന്ന് ശ്രദ്ധിച്ചിറങ്ങണം. ഒറ്റ ഓട്ടല്ലേ ഇറങ്ങി, പിന്നെ എങ്ങനെ? ശ്രീക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാട്ടാ. നിങ്ങൾക്കും വരാലോ. ശ്രീദേവിക്ക് എന്റെ പേര് ശ്രീദേവിയാ, മറന്നല്ലേ? അല്ലല്ല ശ്രീന്ന് കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് പിള്ളേരെ കൊണ്ട് ഇടയ്ക്ക് വരാനുള്ള ഞാൻ പിള്ളേരെ കൊണ്ട് വരണം, നിങ്ങൾക്കും വരാലോ. ചേട്ടാ. അയ്യോ അങ്കിള് മറന്നുപോയി. മക്കള് 3ാം ക്ലാസ് അല്ലേ? മക്കള് 2-ല് സെക്കൻഡില്. രാവിലെ എങ്ങനെ സ്കൂളോട്ടം? രാവിലെ പോയാല് നമുക്ക് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്രീ ആയി വീട്ടിൽ വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വീണ്ടും പോണം. സ്കൂൾ വാൻ ആണ് നമ്മുടെ മെയിൻ. അത് മാത്രമൊന്നുമല്ല, ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ വേറെ ഉണ്ട്. ഇത് മാത്രം വെച്ച് പറ്റില്ലല്ലോ, പിള്ളേരൊക്കെ ഉള്ള. അത് ശരി. അല്ല ഞങ്ങളിപ്പോ രാവിലെ ഒരു കാത്തിരിക്കുകയാണ്. ലില്ലിയും തങ്കം കൂടെ ഇങ്ങനെ അവരെ
പറച്ചിലായിരുന്നു നിങ്ങൾ വരണം വരണം എന്ന് പറഞ്ഞിട്ട്. ആഹാ ഞങ്ങളും കുറേ ആയി വിചാരിക്കുന്നു വരണം എന്ന്, പക്ഷെ അങ്ങോട്ട് സമയമല്ലേ. അമ്മാവ് ഇടയ്ക്ക് പറയും, അമ്മായി വരുമ്പോഴൊക്കെ പറയും ഇങ്ങനെ നിങ്ങളെ പറ്റി പറയും, ശ്രീദേവിയും ബിജുവിനെയൊക്കെ പറ്റി ഇങ്ങനെ ഇടയ്ക്ക് പറയും. ഞാനിതുവഴി പോകാറുണ്ട് ഒറ്റയ്ക്ക്. അപ്പൊ പിന്നെ അയ്യോ അപ്പൊ പിന്നെ കയറി കൂടായിരുന്നു. അല്ല, ഇവരില്ലാതെ വരാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ഇവര് പരാതി പറയില്ല. വാളിയാ ആ നമസ്കാരം. എന്തൊക്കെയാണ് താ അവിടെ നിങ്ങൾ വരുമെന്നൊക്കെ നോക്കി എന്നിട്ട് പിന്നെ തങ്കം കുളിക്കാൻ കയറി. ഇനിയിപ്പോ കുളിക്കാൻ കുറേ ദിവസം എടുക്കും. ഞാൻ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ വന്നെന്ന്. മക്കളൊക്കെ എന്ത് പറയുന്നു? പഠിക്കുവാണല്ലേ? പഠിത്തത്തിനെ കുറിച്ചൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്, അല്ലേ? അതിനിപ്പോ അവർ IAS കളക്ടറൊന്നും അല്ലല്ലോ, അവരിപ്പോ 2ലും 3ലും അല്ലേ പഠിക്കുന്നേ. അവർക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലേ? അല്ലെ ഇത് തെറ്റി. ഓ അത് ചേട്ടാ, കഥകിന്റെ കട്ടളയിൽ തട്ടിയതാ, കറണ്ടും ഇല്ലായിരുന്നു. കറണ്ട് പോയപ്പോ തട്ടിയല്ലേ? ശരി. പിന്നെ മറ്റേ അന്ന് നിന്റെ കൂട്ടുകാരന്റെ ചേട്ടന്റെ മോന്റെ ഒരു അഡ്മിഷന്റെ കേസ്. അയ്യോ അത് കുറെ കഷ്ടപ്പെട്ട് ഞാൻ ശരിയായി കൊടുക്കാൻ. ഞാൻ ചേട്ടൻ നമ്പർ കൊടുത്തിരുന്നു അവന്. അല്ല അത് തന്നെ, അത് സത്യം പറഞ്ഞ അതിനൊക്കെ ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് ഒരു കുറഞ്ഞതൊരു 50 രൂപയെങ്കിലും വാങ്ങിച്ചിട്ട് വേണം അഡ്മിഷൻ മേടിച്ച് കൊടുക്കാൻ. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ഞങ്ങളുടെ അപ്പക്കുട്ടൻ സാറിനെ വിളിച്ചു പറഞ്ഞു. സാറ് നമ്മുടെ ആക്രാന്തത്തിൽ ഡൽഹിയിൽ നമ്മൾ അവിടുത്തെ സാറിനെ വിളിച്ചു പറഞ്ഞു. സാർ അവിടുന്ന് ഒരു മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് സീറ്റ് കൊടുത്തത്. പിന്നെ സ്കൂളിലേക്ക് സ്കൂളല്ലടേ, അവിടെ കോളേജ്. സത്യം അത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അതൊക്കെ സംഭവിച്ചതിനിടയ്ക്ക് അങ്ങോട്ട് കുളിക്കാൻ ചേച്ചി എന്തേ അവള് കുളിക്കുന്നു. ഇവരെ കുപ്പി ഗ്ലാസ് പൊട്ടിച്ചാലോ, ഞാൻ എടുത്ത് കൊടുക്കാം. ചേട്ടന് ബിജു നമ്മളിവിടെ ഗ്ലാസ് ഒക്കെ ഉള്ള വീട് തന്നെ, ഒന്ന് പൊട്ടിയാലും വേറെ ഗ്ലാസ് ഉണ്ട്. പിള്ളേരെ പൊട്ടിച്ചാലോ? പീറ്റർ ചേട്ടാ വേണ്ടടി, ഞാൻ ഇപ്പൊ ഒരു ചായ കുടിച്ചെന്നേ. ഒരു ചായ കുടിച്ചത് എപ്പോഴാ? വേണ്ടെങ്കിൽ ഇതിന് വെറുതെ നിർബന്ധിക്കണത് ചേട്ടനാണോ? എനിക്ക് വേണ്ട. ശ്രീ ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇവരെ ഒന്ന് നോക്കിയോട്ടോ. വെള്ളം പിന്നെന്തൊക്കെ വിശേഷം? ഓ നല്ല വിശേഷം. ഇടയ്ക്ക് ഷാർജയിലെ കണ്ടല്ലായിരുന്നു നേരത്തെ എപ്പോഴും? ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. അമ്മായി വരുമ്പോ ഇടയ്ക്ക് പറയും ഇങ്ങനെ ബിജു ഷാർജയിൽ നിന്ന് വന്നു, സ്പ്രേ കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെയാ ജോലിക്ക് പോണില്ലായിരുന്നു? ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു, ഇപ്പൊ ഒരു 3 മാസമായിട്ട് റെസ്റ്റിലാണ്. ആണോ? അതെ അതെ. സ്കൂളിലൊക്കെ ജോലിക്ക് കയറിയാ? പ്രൈവറ്റ് സ്കൂളിലൊക്കെ 15, 16 തന്നെയാണ്. വെറുതെ ഇരിക്കണേലും നല്ലല്ലേ? അതല്ലേ. ചേച്ചിയുടെ ഡാൻസ് ക്ലാസ്? കുഴപ്പമില്ല, ശനി ഞായറും പിന്നെ ഇട ദിവസമൊക്കെ ഉണ്ട്. ആണല്ലേ. ശരിക്കും പിള്ളേരൊക്കെ ഉണ്ടോ? അത്യാവശ്യം. ഞങ്ങളുടെ അവിടെ ഒരു ഡാൻസ് ടീച്ചറിനെ കിട്ടാൻ പാടാ ചേച്ചി. അവിടെ ഉണ്ടെങ്കിൽ നല്ല, പിന്നല്ലാതെ ഞങ്ങളുടെ മേലെ ടെറസില്ലേ, അവിടെ സ്പേസ് ഉണ്ടല്ലോ നല്ല. അപ്പൊ അവിടെ എങ്ങനെ ഞങ്ങള് മറ്റേ റൂഫ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഒരു ഡാൻസ് ടീച്ചർ, അത് വലിയ ഗുണമൊന്നുമില്ല. ചേച്ചി പിള്ളേരൊക്കെ ചേച്ചി വന്നിട്ട് 10 മിനിറ്റ് ആയി. എവിടെ ഒന്ന് കാണട്ടെ. അയ്യോ അതുപോലെ തന്നെ ഇരിക്കുന്നല്ലേ, ഒരു മാറ്റമില്ല. ചേച്ചി ഇവിടെ കുളിക്കുമായിരുന്നല്ലേ? ഞാൻ കുളിക്കുമായിരുന്നു, നിങ്ങൾ വരണേനെ ഒന്ന് കുളിച്ചിട്ട് വരാന്ന് വിചാരിച്ച. ഇതെന്താ മുടിക്കൊക്കെ കളറ് ചുമ്മാ ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് മാറിപ്പോയി. കയ്യൊക്കെ നോക്കിയേച്ചി, ടാറ്റൊക്കെ പിടിച്ച്. കയ്യിൽ മാത്രമല്ല, ഉണ്ട് വേറെ ടാറ്റു ഒക്കെ. ചേട്ടൻ ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, മുടി കളറി, മുടി സ്ട്രെയിറ്റ്. ഞാൻ പിന്നെ ചേട്ടന്റെ ഇഷ്ടത്തിന് അങ്ങ് നിന്ന് കൊടുക്കുക. പിന്നെ വേറെന്താ വിശേഷം? ജോലിക്ക് പോണില്ലേ ഇപ്പൊ? ഇല്ല, ഞാനൊരു 3 മാസമായിട്ട് ഇപ്പൊ റെസ്റ്റിലാണ്. കുറച്ച് ഹൈപ്പർ തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട്. ഒരാളും കൂടെ ഇപ്പൊ വയ്യ, പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പൊ. ആണല്ലേ? അല്ല ഇനി സമയമുണ്ടല്ലോ, ആള് ചെറുപ്പല്ലേ? അതെ അതെ അതെ. എനിക്ക് നല്ല പ്രായമുണ്ട്. ചേച്ചി എന്ത് സുഖമായിട്ടിരിക്കുന്നോ? ഓ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങക്ക് രണ്ടുപേർക്കും പെൺപുലി എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ ഉണ്ടേ, അതിന്റെ കൊറേ തിരക്കുകൾ ഉണ്ട്. അതില് ചേച്ചിയാണ് ശാഖ മെയിൻ. ഞങ്ങളൊക്കെ പിന്നെ ഇവള് വന്നില്ലെങ്കിൽ ഒന്നും നടക്കൂല. അതുകൊണ്ട് എന്താ ഇങ്ങനെയൊന്നും കാണിച്ചു നടക്കാൻ നമുക്ക് സമയം കിട്ടില്ല. എനിക്കും സ്കൂളിൽ പ്രശ്നമാണ്, ഇതൊക്കെ ചെയ്യുന്നത് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 മാസം കൊണ്ട് റെസ്റ്റ് ആയതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന്. പിന്നെ ചേട്ടൻ എല്ലാത്തിനും സമ്മതിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചെല്ല അങ്ങോട്ട് അവിടെ പോയിരിക്കും. വിരുന്നുകാരൊക്കെ ഇവിടെ വന്നിരിക്കും. ഗ്ലാസ് മതിയാ? മതി മതി മതി. ഞാൻ നല്ലതാ കേട്ടോ. താങ്ക് യു. എന്തിനുള്ളാന്ന് പറഞ്ഞില്ല, കരിക്കട്ട പോലെ ഇരിക്കണം കൈയുടെ അവിടെ ടാറ്റു അടിച്ചിട്ട്. അവിടെ മാത്രമല്ല, ഇവിടെ
മുതുകത്ത് കാലില് കാര്യം കാണാനാ മുതുകത്തൊക്കെ ടാറ്റു അടിച്ചു വെച്ചിട്ട് ഒന്നാമത്തെ ഉണക്ക പോലത്തെ കുറച്ച് മുടി. ചേച്ചി ആ മുടി കളർ ചെയ്തിട്ട് വല്ല ഭംഗിയാണ് ചേച്ചി. പിന്നെ എന്താ ചേച്ചി പറഞ്ഞു പിന്നെ കുളിരാന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് സാവധാനം അറിയിക്കാം. ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? എന്തിനുള്ള സാരി നല്ലാന്ന് പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ആ പെണ്ണിട്ടിട്ട് ഒരു ഭംഗിയില്ല. സത്യോണ്ടിരിക്കുന്ന ആളോട് നൃത്തം കളിക്കുന്ന പോലെ. എന്നാലും ഇത് ഭയങ്കരമായി പോയി. അല്ല, എല്ലാ ദിവസവും താമസിക്കുന്ന വീടിന്റെ വാതിലിന്റെ വലിപ്പം അറിയാതെ ദേ തല എന്തോരം പൊട്ടി. അങ്ങനെ പറഞ്ഞാൽ വാതിലെന്നും പുള്ളിയെ കാണണല്ലേ, വാതിലൊന്നും അഡ്ജസ്റ്റ് ചെയ്തൂടെ അല്ലേ? കറണ്ട് ഇല്ലായിരുന്നു, അതാ ഇരുട്ടായിരുന്നു. അവനെവിടെ തക്കുടു? എന്തോ തക്കുടു എവിടെ? അവൻ ബാത്റൂമിൽ ഇരിക്കുന്നു. വെള്ളം കൊടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടെ ഈ ഞായറാഴ്ച അങ്ങോട്ട് പോരും. ഞായറാഴ്ചയൊക്കെ സമയം ഉണ്ടാവും. ഞായറാഴ്ച എനിക്ക് ഒന്ന് രണ്ട് അയ്യോ മീറ്റിംഗ് ഞായറാഴ്ച എനിക്ക് പറ്റത്തില്ല. ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമല്ലേ. ഏട്ടന് എന്താ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ? ഒരു ദിവസം അവധി പറയേ. അയ്യോ അവിടെ എന്തോരം പിള്ളേരുള്ളത്, അങ്ങനൊന്നും പറ്റത്തില്ല. അതെ, പിള്ളേർക്ക് സ്കൂൾ അവധിയുള്ള ദിവസമാണ് കൂടുതൽ സമയം ക്ലാസ് എടുക്കുന്നത് ഇവിടെ. വൈകുന്നേരം ഒരു ദിവസം ഒരു ദിവസം പ്ലാൻ ചെയ്ത് വരാനോ കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ. അവൻ ബാത്റൂമിൽ എന്താ ചെയ്യണേ നോക്കട്ടെ. ആ വെള്ളം ഇടുന്നിടത്ത് വരും കേട്ടോ. കഴിഞ്ഞ മാസം ഇടി വീണത് ആ തെങ്ങ് പോയി. എല്ലാം മുറിച്ചെല്ലാം മാറ്റണം. പക്ഷെ മുറിച്ചാൽ നമ്മൾ വേറെ തെങ്ങ് വെക്കണമല്ലോ, അതാണ് എൻ്റെ ഒരു വിഷമം. പക്ഷെ മുറിച്ചു കൊടുത്തപ്പോ നല്ല വിലയുണ്ട് വച്ചമ്പി. ഇടി വീണ തെങ്ങും. അല്ല, അത് മേൽഭാഗമല്ലേ പോയിട്ടുള്ളൂ, അത് വേണമെങ്കിൽ. പക്ഷെ അതല്ല കൊടുക്കുന്നതിനെ പറ്റി അത് ഒറ്റയ്ക്കാറ്റിൽ കൊടുക്കണ്ടല്ലോ, പല പ്രാവശ്യമായിട്ട് വേറെ ഉണ്ട്. ഒരുപാട് ഇടി വീണതും അല്ലാതെയൊക്കെ കായ്ഫലം ഇല്ലാത്ത ഇപ്പോൾ ഉണ്ടത്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം കുറേ തെങ്ങുകൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയ തൈ വെക്കണം. കാരണം ഇതിൻ്റെ കായ്ഫലമൊക്കെ കഴിഞ്ഞ അച്ഛൻ്റെ കാലത്തുള്ളതല്ലേ ഇതൊക്കെ. ഇവിടെയൊക്കെ വാഴ വെച്ചായിരുന്നു. വാഴയുടെ ഇടയിടയായിട്ട് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എൻ്റെ മൂട്ടിലേ. സമയമില്ല. ഈ പ്ലാവിന്റെ മണ്ടയ്ക്ക് മച്ചമ്പിമാർക്ക് അവധി സമയം വന്നിരിക്കാൻ വേണ്ടി ഒരു ഏർമാണം പണിയുന്നതിനെ കുറിച്ചൊരു ആലോചനയുണ്ട്. ആണോ? ഞാൻ കൂടെ വേണമെങ്കിൽ എപ്പോഴും എൻ്റെ മേളിൽ ഇരിക്കേണ്ടി വരും. ഏറുമാടത്തിലേ കനകൻ ചേട്ടന് കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പോലീസല്ലേ. ക്ലീറ്റോ ചേട്ടൻ എങ്ങനെയാ കയറണം? ലിഫ്റ്റ് വെക്കും. ഏറെ മാടത്തില്ല. അതൊക്കെ വലിച്ചു കയറും. ചില അവധി ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് കൂടാറുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് അസൂയ തോന്നുന്നത്, എന്നിട്ട് സമ്മതിക്കാതിരിക്കാൻ വയ്യ. നിങ്ങൾ അളിയന്മാർ നിങ്ങളുള്ള സ്നേഹമേ. കനകനെയും പിന്നെ ക്ലീറ്റയും കൊണ്ട് പഠിക്കണമെന്നാ കുടുംബത്തിൽ പറയും. അത് പ്രത്യേകിച്ച് പറയണോ? ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു സ്നേഹം. ഇന്ന് രാവിലെ അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടുത്തമായിരുന്നു. അത് എന്ത് സന്തോഷം ഉണ്ടല്ലോ അവർ സ്നേഹിച്ച് അത് പ്രകടിപ്പിച്ചിട്ട് മാറത്തുള്ളൂ. അങ്ങനെ തന്നെ വേണം. എന്നെ അത് കണ്ടുപിടിക്കാനല്ലേ കൊടക്കാവളം നിന്നിട്ട് കൊണ്ടുവന്നേ. പിന്നെ പോയാലും നമുക്ക് അങ്ങോട്ട് മേലോട്ട് പോവാം. അവരെല്ലാം കാത്തിരിക്കില്ലേ. വർഷാപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷോപ്പ് ഇപ്പൊ വലിയ പണിയില്ലാത്തോണ്ട് ഇവിടെ കൊണ്ട് പ്ലാവിന്റെ മാവിന്റെ മൂട്ടി കൊണ്ടിട്ടാ പണി. അണ്ണൻ എന്തെങ്കിലും വണ്ടിപ്പണി കൊണ്ട് എന്നെ കൊണ്ട് തോന്നുന്നത് ഞാൻ പണിഞ്ഞുതരാം. ഒരു വാനുണ്ട്. വാനില്ല, ബൈക്കിന്റെ ഉള്ളൂ. അവൻ ടൂ വീലറിന്റെ ആളാ. പിന്നല്ലാതെ ഇപ്പഴേ പോവണ്ടായിരുന്നു. നേരെ ഇറങ്ങാം. വന്ന ഉടനെ അങ്ങ് ധൃതിയാ. വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. ഇനി ചെന്നിട്ടല്ലേ അതെല്ലാം തീർക്കാനായിട്ട്. ഇനി വന്നാ നിന്നിട്ടേ പോകാൻ പാടും. അത്താഴം കൂടെ കഴിഞ്ഞിട്ട് വരും അങ്ങോട്ടൊക്കെ. ഞങ്ങള് വരുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഡാൻസ് ക്ലാസിന്റെ കാര്യം മറക്കണ്ട. ആലോചിക്കാം. ജോലിക്ക് പോകുമ്പോഴേക്കും ഇവിടെ കേറുന്ന ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ശരി, എങ്കിൽ പോട്ടെ. പോയിട്ട് വരാം. ചാച്ചാ, ഒരു ഉമ്മടാ കൊടുത്തിട്ട് വന്നേ. അച്ഛൻ ശരി എന്നാ. അമ്മ, ഓ, ഈ ആന്റിനെ പറ്റിയല്ലേ നിങ്ങൾ അവിടെ കിടന്ന് അങ്ങനെ വഴക്കുണ്ടാക്കിയത്? വീട്ടിൽ വന്നാ പിന്നെ പോവൂല എന്നൊക്കെ പറഞ്ഞ്. നല്ല ആന്റി. തക്കടു നമ്മളെ വീട്ടിലും ഇന്നലെ വരക്കായിരുന്നു. അച്ഛനും അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞു. അമ്മ ദേഷ്യം കൊണ്ട് അച്ഛൻ്റെ തലയിൽ ചപ്പാത്തി പലയിട്ട് അടിച്ച, അല്ലാതെ കഥയിൽ പോയി ഇടിച്ചൊന്നുമല്ല. നിങ്ങൾ ഇറങ്ങട്ടെ. പോയില്ല. ശരി. ഓ ഇവൻ എന്ത് കാര്യം അത്? എന്ത് പിന്നെ എന്ത് അവ ഉള്ളതല്ലേ പറഞ്ഞു, ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലേ.
വെള്ളം കാണിച്ച കള്ളമല്ല